അവൻ്റെ കയ്യിൽ തന്നെ 40,000-ഓളം രൂപ കള്ളനോട്ട്. പെട്ടെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്ന കള്ളനോട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഹൈ ഡെഫിനിഷനായിട്ടുള്ള ഒരു കള്ളനോട്ടല്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലുള്ള നോട്ടാണ്. അപ്പോൾ ഇത് ഇവ പലർക്കും കൊടുത്തതായിട്ട് നമുക്ക് അറിവുണ്ട്. 500 രൂപയുടെ 65 കള്ളനോട്ടുകളുമായി യുവാവ് പിടിയിൽ. കോട്ടയം കറുകച്ചാലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കറുകച്ചാൽ മാമ്പതി ഭാഗത്ത് താമസിക്കുന്ന ആനിക്കാട് രണ്ടുപറയിൽ അലക്സ് തോമസ് എന്ന 23 വയസ്സുകാരനെയാണ് കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 8:30 500 രൂപയുടെ കള്ളനോട്ടുമായി കറുകച്ചാൽ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അലക്സ് തോമസിലെത്തിച്ചത്. ഇന്നലെ വൈകിട്ട് 8:30 നമുക്ക് കറുകച്ചാൽ ബിവറേജിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു. കാരണം ഒരു റിജിൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ചെന്നിട്ട് 500 രൂപയുടെ കള്ളനോട്ട് കൊടുത്തൊരു പൈൻറ്റ് മേടിച്ചു. അപ്പോൾ അവരത് കൈയോടെ പിടിച്ചു, പോലീസിനെ അറിയിച്ചു. പോലീസ് പാർട്ടി അവിടെ ചെന്നു, അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അവനെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത ഈ കേസിലെ പ്രതി അലക്സ് വാവ എന്നാണ് വിളിക്കുക. അലക്സ് തോമസ് എന്നാണ് പേര്. പല കേസുകളിലെയും പ്രതിയാണ്. നമ്മുടെ സ്റ്റേഷനിലെ പല സ്റ്റേഷനുകളിലെയും ഒത്തിരി കേസുകളിലെ പ്രതിയാണ്. ഒരു 3 ബ്രദേഴ്സ് ഉണ്ട്. മൂത്തവനും ഇളയവനും ഇവൻ നടുക്ക് ഉള്ളവരാണ്. എല്ലാവരും ക്രിമിനൽസാണ്, നമ്മുടെ ആൻറ്റി സോഷ്യൽസാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവനെ അന്വേഷിച്ചു പോയി. രാത്രി 11 മണിയായപ്പോൾ അവനെ നമ്മൾ പിടിച്ച് അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ്റെ കയ്യിൽ തന്നെ ഒരു 40,000-ഓളം രൂപ കള്ളനോട്ട്. പെട്ടെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്ന കള്ളനോട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഹൈ ഡെഫിനിഷനായിട്ടുള്ള ഒരു കള്ളനോട്ടല്ല, ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലുള്ള നോട്ടാണ്. അപ്പോൾ ഇത് ഇവ പലർക്കും കൊടുത്തതായിട്ട് നമുക്ക് അറിവുണ്ട്. ഇവന് കൊടുത്ത ആളിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ ഉടനെ തന്നെ നമ്മൾ പിടിക്കും. ചിലവാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മാമൂടിൽ ഒരു ബാറിൽ ചെന്ന് ഇവന്മാർ മദ്യപിച്ചതിന് ശേഷം 4 500 നോട്ട് കൊടുത്ത് അവർ കൈയോടെ പിടിച്ച്, അത് കഴിഞ്ഞ് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഒരുത്തൻ്റെ ചേട്ടൻ വന്നിട്ട് അവിടെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് പുറത്തു പോയെന്നാണ് അറിഞ്ഞത്. അപ്പോൾ പലയിടത്തും ഇതേപോലെ കൊണ്ടുപോയി ചിലവാക്കിയിട്ടുണ്ടാകാം, അത് നമുക്ക് അറിവായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ വ്യാപാരി വ്യവസായികളെയും ഇവിടുത്തെ സ്ഥാപനങ്ങളിലെല്ലാം അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, നോട്ടുകൾ വെരിഫൈ ചെയ്തിട്ടേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ധാരാളം കേസുകളുണ്ട്. ഇവിടെ തന്നെ 5-6 കേസുണ്ട്. ചേട്ടന് കാപ്പയൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇയാൾക്ക് കാപ്പ പ്രൊസീഡിങ്സ് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. വിവരം ലഭിച്ച ഉടൻ കറുകച്ചാൽ പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തെ തുടർന്നാണ് മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. കോട്ടയം കറുകച്ചാലിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.